അൽ ഖാസിം ഇബ്നു മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു ചരിത്രം നമ്മൾ ഇവിടെ ശ്രവിക്കേണ്ടായി. അൽ ഖാസിം ഇബ്നു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരപുത്രനാണ്. ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരൻ മുഹമ്മദിന്റെ പുത്രനാണ് അൽ ഖാസിം. ഈ ഖാസിം എന്നവർ പറയുകയാണ്, ഒരിക്കൽ ഞാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ അവർ ഓതി നിസ്കരിക്കുകയാണ്. ആ ഓത്തിൽ അവർ കരഞ്ഞുകൊണ്ടാണ് ആ പാരായണം നിർവഹിക്കുന്നത്. ഫമന്നല്ലാഹു അലൈനാ വവഖാന അദാബസ് സമൂം എന്ന് പറഞ്ഞേ സൂറത്തൂറിലായത്ത്. അള്ളാഹു ഞങ്ങളോട് അനുഗ്രഹം കനിഞ്ഞു, നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ കാത്തു എന്നൊക്കെ അർത്ഥം വരുന്ന ആയത്തുകൾ ഓതി കരഞ്ഞ് കൊണ്ട് നിസ്കാരം തുടർത്തുന്ന ഖാസിം എന്നവർ വന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നൊരു ആവശ്യം നേടാനാണ്. പക്ഷെ അവർ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ നിസ്കാരം മുറിക്കാൻ അത് തുനിഞ്ഞില്ല. അദ്ദേഹം പിന്നെ സൂക്കിലേക്ക് പോയി തന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും മടങ്ങി വന്നപ്പോഴും ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ആ നിസ്കാരം അതേപോലെ തുടർത്തിക്കൊണ്ടിരിക്കുകയാണ്, അതേ അവസ്ഥയിൽ എന്നാണ് അൽ ഖാസിം ഇബ്നു മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹദിയെ കുറിച്ച് പറയുന്നത്.